മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, ഇപ്പോൾ സന്ദീപ് വാര്യർ പ്രതികരിച്ചത് താങ്കൾ കേട്ട് കാണുമല്ലോ. BJP-യുടെയും CPM-ന്റെയും ഒരു സംയുക്ത ഇന്നോവ താൻ പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ വധിക്കാൻ. അത് MB രാജേഷിൻ്റെ കൊട്ടേഷൻ ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്തുണ്ടാവുന്നത് KS സുരേന്ദ്രനായിരിക്കും എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പാണക്കാട്ടെ വീട്ടിൽ ഒരു ഇരിപ്പിടം കിട്ടിയതിൽ, ഒരു കസേര കിട്ടിയതിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന കൊടപ്പനക്കുന്ന് തറവാട് എന്ന് പറയുന്നത് ഈ ഏറ്റവും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തറവാടാണെന്ന് ഇപ്പോൾ പറയുന്ന സന്ദീപ് വാര്യർ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്? അത് കനകോലുവും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പറഞ്ഞു കൊടുത്ത പ്രകാരം പറയുകയാണ്. അദ്ദേഹം അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞങ്ങളുടെ ലീഡർഷിപ്പിൽ ആരെങ്കിലും ഒരു മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരാൾ പോരുന്നതിനെ ദുഃഖത്തോടെ കണ്ടിട്ടില്ലല്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുതൽ ഓരോരുത്തരെ എടുത്ത് പരിശോധിച്ചാലും മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരാൾ അതിൻ്റെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് പോരുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, സന്തോഷിക്കുന്നു എന്നാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ BJP ആണ് ഉപേക്ഷിച്ചത്, BJP-യുടെ രാഷ്ട്രീയത്തെയാണ് ഉപേക്ഷിച്ചതെന്ന് ഭാവിയിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഞങ്ങൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കുള്ള അതിലുള്ളൊരു വിഷയം കോൺഗ്രസ് അതിന് പറ്റിയ ഇടമാണോ എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചൂണ്ടിക്കാട്ടാനുള്ള കാര്യമാണ്. അത് അർത്ഥവത്താകുന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന സംസാരം. ഇനി ഞാൻ BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയം പറയില്ല, ഞാൻ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമേ പറയൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ അരുൺ ശ്രദ്ധിച്ച് കാണും. അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമേ പറയൂ എന്ന് പറഞ്ഞാൽ BJP-ക്കെതിരെയുള്ള രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയം ഒരിക്കലും BJP-ക്കെതിരെയല്ല. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ BJP-ക്കെതിരെ എന്തെങ്കിലും പറയുന്നുണ്ടോ? എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കേരളത്തോടുള്ള കടുത്ത അവഗണനക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുണ്ടോ? ED 3 കൊല്ലമായി കൊടകര കുഴൽപ്പണത്തിൽ ഉത്തരവാദിത്തപ്പെട്ട BJP നേതാക്കന്മാരെ ചോദ്യം ചെയ്യാത്തതിനെതിരെ പ്രസ്താവന ഇറക്കുന്നതിന് പകരം സംസ്ഥാന ഗവൺമെന്റിനെതിരല്ലേ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചത്? അപ്പോൾ ഇത് കനകോല് എഴുതി കൊടുത്താണ്, ഇത് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് ആലോചിച്ച് എഴുതി കൊടുത്ത കാര്യങ്ങളാണ്. ഇതിനെ ആഘോഷിക്കുകയാണ്. ഇവിടെയും BJP വിരുദ്ധത പറയാനല്ല താല്പര്യം, ഇടതുപക്ഷ വിരുദ്ധത പറയാനാണ് ഇവർക്കൊക്കെ താല്പര്യം എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, പഴയ ഓർമ്മ വെച്ച് സന്ദീപ് വാര്യർ നേരത്തെ ഈ ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, മലപ്പുറത്തെക്കുറിച്ച് പരാമർശം നടത്തിയത് വലിയ വിവാദമായിരുന്നു. കാശ്മീരിലെ മുസ്ലിങ്ങളെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ വിവാദമായിരുന്നു. എന്തിനേറെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലും രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെ ഒട്ടനേകം പ്രതികരണങ്ങൾ സന്ദീപ് വാര്യരുടേതായ ഭൂതകാലത്തിലുണ്ട്. ഒരുപക്ഷെ ഈ മാസം തുടങ്ങുന്നതിന് മുൻപ് വരെ ആ നിലപാടാണ് സന്ദീപ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ സന്ദീപ് ആ പ്രത്യയശാസ്ത്രമെല്ലാം കൈയൊഴിഞ്ഞു വരുമ്പോൾ പാണക്കാട് കുടുംബത്തിൽ കിട്ടിയ ഒരു സ്വീകരണം താങ്കൾ കണ്ടതല്ലേ? അത് നൽകുന്ന സന്ദേശം എന്താണ്? ന്യൂനപക്ഷം സന്ദീപ് വാര്യരുടെ ഈ വരവിൽ അവർക്ക് ഒരു ആശയക്കുഴപ്പവുമില്ല എന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമാക്കുന്നതായിരുന്നില്ലേ ഇന്ന് കുടപ്പനക്കുന്നിലെ പാണക്കാട് കുടുംബത്തിൽ സന്ദീപിന് കിട്ടിയ സ്വീകരണം? മുഹമ്മദ് റിയാസ്. അല്ല, അത് വളരെ വ്യക്തമായൊരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. UDF-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന മതനിരപേക്ഷ വോട്ടർമാരിൽ ഈ കൂറുമാറ്റം കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കടുത്ത ആശങ്ക UDF-നോട് ഒപ്പം നിൽക്കുന്നവരിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് കവർ ചെയ്യാൻ വേണ്ടി കനകോലുവും കോൺഗ്രസിൻ്റെ നേതൃത്വം ആലോചിച്ചൊരു തിരക്കഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്നോ നാളെയോ നിൽക്കേണ്ടതല്ലല്ലോ, പാലക്കാട് തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കേണ്ട വിഷയമല്ലല്ലോ. ഇത് നമുക്ക് ഭാവിയിലും കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ ഡോക്ടർ അരുൺ. BJP-ക്കെതിരെയുള്ള ഫൈറ്റിൽ കോൺഗ്രസ് വെള്ളം ചേർക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി നിരവധി പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഓടി രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ഒപ്പം വരുന്നു. അങ്ങനെയുള്ളൊരു കാലത്ത് BJP-യിൽ നിന്നും ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈരുദ്ധ്യം നമ്മൾ പരിശോധിച്ചാൽ മാത്രം മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ഉൾപ്പെടെയുള്ള ഏത് മതവർഗീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരാളാണ്